Question number 1. A cuboid with a square base and given volume is given. First part, express the surface area S as a function of x. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. സ്ക്വയർ ബേസ് സൈഡ് എക്സ് ഹൈറ്റ് വൈ. നമുക്കറിയാം സർഫസ് ഏരിയ വോളിയം ഈസ് ഗിവൺ അല്ലേ. വോളിയത്തിൻ്റെ ഫോർമുല എന്താ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ എൽ ബി എച്ച്. ഹിയർ എൽ ഈസ് ഈക്വൽ ടു എക്സ്, ബേസ് ഈസ് ഈക്വൽ ടു എക്സ്, ഹൈറ്റ് ഈസ് ഈക്വൽ ടു വൈ. എൽ ബി എച്ച് എക്സ് ഇൻറ്റു വൈ. ഇത് വോളിയം ഗിവൺ ആണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? എക്സ്പ്രസ് ദ സർഫസ് ഏരിയ എസ് ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. സർഫസ് ഏരിയയുടെ ഫോർമുല എന്താ? സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് 2 ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച്. സർഫസ് ഏരിയ എസ് എ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് 2 ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച്. ഹിയർ എൽ ഇൻറ്റു ബി, ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് എക്സ്, ഹൈറ്റ് വൈ. 2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, ബി എച്ച്, എക്സ് ഇൻറ്റു വൈ, എൽ ഇൻറ്റു എച്ച്. That is 2 into x square plus 2xy, 2x square plus 4xy in terms of x. ഇപ്പം നമുക്കിവിടെ എന്താണോ തന്നിരിക്കുന്നത് അതിൽ ഇവിടെ 2 ലെറ്റേഴ്സാണല്ലോ, എക്സ് ആൻഡ് വൈ. നമുക്ക് വൈ മാറ്റണം. ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്. ഫസ്റ്റ് പാർട്ട്, എക്സ്പ്രസ് ദ സർഫസ് ഏരിയ എസ് ഇൻ എ ഫങ്ഷൻ ഓഫ് എക്സ് ഉള്ളി. അപ്പോൾ നമുക്ക് വൈ എന്താണ് തന്നിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ വൈ എടുക്കുക. വോളിയം ഈസ് ഗിവൺ, സോ വൈ ഈസ് ഈക്വൽ ടു വി ബൈ എക്സ് സ്ക്വയർ. 2x സ്ക്വയർ പ്ലസ് 4x ഇൻറ്റു വി ബൈ എക്സ് സ്ക്വയർ. That is 2x square 4v by x. B part. Show that the surface area is minimum when it is a cube. Show that the surface area is minimum when it is a cube. ds നമുക്ക് ഏരിയയ്ക്ക് എ എന്ന് കൊടുക്കാം. ഡി എ ബൈ ഡി എക്സ്. ഫസ്റ്റ് വർക്കിംഗ് റൂളിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഡി എ ബൈ ഡി എക്സ് കാണുക, 0 ഇക്വേറ്റ് ചെയ്യുക അല്ലേ. 2 ഇൻറ്റു 2x പ്ലസ് 4v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ 0. 4x ഈസ് ഈക്വൽ ടു 4v ബൈ എക്സ് സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 4 ക്യാൻസൽ. എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു v, സോ എക്സ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് വി. സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇപ്പോൾ മിനിമം ആണെങ്കിലും മാക്സിമം ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്യുക, അപ്പോൾ അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. ഇപ്പോൾ മിനിമം ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. മാക്സിമം ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം. ഡി സ്ക്വയർ എ ബൈ ഡി എക്സ് സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് 4x 4 മൈനസ് 4v ഇൻറ്റു 1 ബൈ എക്സ് സ്ക്വയർ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു മൈനസ് 2, n എക്സ് റൈസ് ടു n മൈനസ് 1 4 മൈനസ് 2 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 3. ദാറ്റ് ഈസ് 4 പ്ലസ് 8v ബൈ
എക്സ് ക്യൂബ്. നമ്മളിവിടെ എക്സ് ക്യൂബിന് ബി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 4 + 8b/b cancel, which is greater than 0. So second derivative is positive, therefore volume is minimum. Then x is equal to cube root of v. Okay, y കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? v/x². v നമുക്ക് എന്താ കിട്ടി? x³ x³ x. x is equal to y. ലെങ്ത് x, ബ്രെഡ്ത്ത് x, ഹൈറ്റ് y. ആ ഹൈറ്റും x ആണെന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? L is equal to b is equal to h. Therefore സർഫസ് ഏരിയ, വോളിയം അല്ല, സർഫസ് ഏരിയ, എഴുതിയ തെറ്റി. Therefore surface area is minimum when it is a cube. Therefore surface area is minimum when it is a cube. Question number 2. A bag contains, question കുറച്ച് എഴുതാം, കൂടുതൽ വായിക്കാം. A bag contains 4 red and 4 black balls. ഫസ്റ്റ് ബാഗ്, സെക്കൻഡ് ബാഗ്, 2 ബാഗുണ്ട്. റെഡ്, ബ്ലാക്ക്. ഫസ്റ്റ് ബാഗിൽ റെഡ് ബ്ലാക്ക് ബോളുണ്ട്. സെക്കൻഡ് ബാഗിലും റെഡ് ബ്ലാക്ക്. ഓക്കെ, ഫസ്റ്റ് 4 red 4 black. In the second bag 2 red 6 black. One of the 2 bags is selected and a ball is thrown from the bag and which is found to be red. നമ്മൾ എടുക്കുന്ന ബോൾ എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. Find the probability that the ball is thrown from the first bag. ഫസ്റ്റ് എപ്പോഴും ബേസ്, ഇതേത് തിയറാണ്? ബേസ് തിയറം. 2 കണ്ടീഷൻ വരും. നമ്മൾ എടുക്കുന്ന ബോൾ റെഡായിരിക്കണം. ആ റെഡ് ബോൾ ഏത് ബാഗിൽ നിന്നായിരിക്കണം? ഫസ്റ്റ് ബാഗിൽ നിന്നായിരിക്കണം. അങ്ങനെ 2 കണ്ടീഷൻസ് വരുന്നതാണ് ബേസ് തിയറം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. A bag contains 4 red and 4 black balls. Another bag contains 2 red and 6 black balls. One of the 2 bags is selected at random and a ball is thrown from the bag and which is found to be red. Find the probability that the ball is thrown from the first bag. E1 be the event. അല്ലെങ്കിൽ ഇയും എഫ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ E1 എന്ന് എടുക്കാം. E1 is the event choosing first bag. Choosing the first bag. E2 be the event choosing second bag. നമുക്ക് 2 ബാഗുണ്ട് അല്ലേ? നമ്മളതിൽ നിന്നൊരു ബാഗ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താ? 1/2. P of E1 that is equal to P of E2 that is equal to 1/2. 3 ബാഗ്സ് ആയിരുന്നെങ്കിൽ 1/3. ഓക്കെ, ഈവൻറ്റും കൂടെ എഴുതാം. അത് എഴുതിയിട്ട് നമുക്ക് ഇത് എഴുതാം. A be the event the ball thrown is red. A be the event the ball thrown is red. P of E1. Let E1 be the event choosing the first bag, E2 choosing second bag, A the ball thrown is red. P of E1 P of E2 is equal to 1/2. P of A given E1. അത് നമ്മൾ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു റെഡ് എടുക്കണം.
ഇവിടെ ഫസ്റ്റ് ബാഗിൽ എത്ര റെഡ് ഉണ്ട്? 4. ടോട്ടൽ ബോൾസ് 8. 4/8. ഇവിടെയും ടോട്ടൽ 8 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഇട്ടിട്ട് P of A given E2. സെക്കൻഡ് ബാഗിൽ എത്ര റെഡ് ഉണ്ട്? 2. ടോട്ടൽ 8. ഫസ്റ്റ് ബാഗിൽ നിന്ന് തന്നെ ആയിരിക്കണം റെഡ് ബോൾ എടുക്കേണ്ടത് അല്ലേ? ബൈ ബേസ് തിയറം ഇവിടെ ഫസ്റ്റ് ബാഗിൽ നിന്നും റെഡ് ബോൾ എടുക്കണം അല്ലേ? അപ്പോൾ ബേസ് തിയറം അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? P of E1 given A. ഇവിടെ എഴുതേണ്ടത് P of E1 given A. ദാറ്റ് ഈസ് ഈക്വൽ ടു P of E1. നമുക്ക് എന്താണോ വേണ്ടത്, ഫസ്റ്റ് ബാഗിൽ നിന്നുമാണെങ്കിൽ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എഴുതുക, എന്നിട്ട് അതിൽ നിന്നും റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എല്ലാം വേണം. ഫസ്റ്റ് ബാഗ് ഇൻറ്റു P of E1 ഇൻറ്റു P of A given E1 പ്ലസ് P of E2 ഇൻറ്റു P of A given E2. One by 2 into P of A given E1 4/8 whole divided by 1/2 into 4/8 1/2 into 2/8. നമുക്ക് ന്യൂമറേറ്ററിൽ എല്ലാ ടേമിലും 1/2 ഉണ്ടല്ലേ? 1/2 കോമൺ എടുക്കുമ്പോൾ ഈ 1/2 കട്ടാവും. 4/8 ഡിവൈഡഡ് ബൈ 4/8 പ്ലസ് 2/8. നമുക്കിവിടെ ആഡ് ചെയ്യാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. 6/8 ദാറ്റ് ഈസ് 4/8 ഇൻറ്റു 8/6 ദാറ്റ് ഈസ് 2/3. ഇൻ്റഗ്രേറ്റ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻ്റഗ്രേറ്റ് എന്ന് വന്നിട്ട് 3 ക്വസ്റ്റ്യൻസ് വീതമാണ്. 1 2 3 അങ്ങനെ. എ ഇൻ്റഗ്രൽ 0 to π/2 sin x by sin x plus cos x. 0 to π/2 ഇത് നമുക്ക് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ സൈൻ റേസ്ഡ് 7 സൈൻ റേസ്ഡ് 7 കോസ് റേസ്ഡ് 7 അങ്ങനെയൊക്കെ വന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ സൈൻ റേസ്ഡ് 3/2x സൈൻ റേസ്ഡ് 3/2x കോസ് റേസ്ഡ് 3/2x എല്ലാം ഈ സെയിം മെത്തേഡാണ്. ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ I 0 to π/2 sin x by sin x plus cos x dx. നമ്മൾ ഈ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ 0 to a f of x dx 0 to a f of a minus x dx. ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. ഈ എക്സ് ഉള്ളിടത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? റീപ്ലേസ് എക്സ് ബൈ π/2 മൈനസ് എക്സ്. നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടുന്നതും I തന്നെയാണ്. ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. sin 90 മൈനസ് എക്സ് കോസ് എക്സ് cos 90 minus x sin x. Equation 2. Adding 1 and 2. Same denominator, same limit. Adding 1 and 2. We get 2i is equal to 0 to π/2 sin x by this plus cos x by this.
സെയിം ഡിനോമിനേറ്ററാണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. x within the limit 0 to pi by 2. Pi by 2 minus 0. This is 2i. So I is equal to pi by 2 by 2. That is pi by 4. Third B. Minus pi by 2 to pi by 2 sin raised to 7x dx. ഇങ്ങനെ ഒരേ നമ്പർ -1 to 1, -2 to 2, -pi to pi, -pi by 2 to pi by 2. ഇനി ഇത് ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യുക. f of x sin raised to 7x, f of -6 sin raised to 7, sin -x minus sin x raised to 7, minus sin x the whole raised to 7. -1 raised to odd number minus sin raised to 7x, that is minus fx. f of minus x minus fx ആണ്. നമുക്ക് എന്ത് പറയുന്നത്? therefore fx is odd. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണിതെങ്കിൽ ഇങ്ങനെ വന്നതിൻ്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? 0. therefore minus pi by 2 to pi by 2 sin raised to 7x dx is equal to 0. The C part. Integral x sin 3x. Integration by parts. The first trigonometry second. First into integral of second. Integral of sin 3x minus cos 3x by 3. First into integral of second minus integral derivative of first into integral of second. Minus x by 3 cos 3x, minus into minus plus 1 by 3 outside. Integral cos 3x എന്താ? sin 3x by 3. cos 3x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇൻറ്റു 3 വരും, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ by 3 വരും. ഇൻഡെഫിനിറ്റ് ആകുമ്പോൾ പ്ലസ് സി. sin 3x by 9 plus c. Question number 4. Y is equal to sin x. First part, find dy by dx. Sin inverse x derivative 1 by root of 1 minus x square. B part. Hence show that one minus x square into d square y by dx square minus x dy by dx is equal to 0. ഇതിൽ നിന്നും നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. Again differentiating with respect to x. Product rule. First into derivative of second d square y by dx square plus second into root x. Root x in derivative in the 1 by 2 root x
ഇവിടെ റൂട്ട് എക്സ് ആണെങ്കിൽ 1/2 റൂട്ട് എക്സ്. പക്ഷേ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് 1 - x². അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതാണ് ചെയിൻ റൂൾ. ഡെറിവേറ്റീവ് ഓഫ് എനി കോൺസ്റ്റൻറ്റ് 0. 2 ക്യാൻസൽ. മൾട്ടിപ്ലൈ ഈച്ച് ടൈം ബൈ റൂട്ട് ഓഫ് 1 - x². 1 - x² ഇൻറ്റു d²y/dx² പ്ലസ് ഒരു മൈനസ് ഉണ്ട്, മൈനസ് കൊടുക്കുക. എക്സ് dy/dx. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ക്യാൻസലാവും. മൾട്ടിപ്ലൈ ഈച്ച് ടേം ബൈ റൂട്ട് ഓഫ് 1 - x². ഇത് സ്ക്വയർ റൂട്ട് മാറും. ഇവിടെ ഇത് ക്യാൻസലാവും. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്തത്. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിലിടുന്നതാണ്. എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു.